സ്നേഹാദരവുകൾ നിറഞ്ഞ സഹോദരന്മാരെ, സഹോദരിമാരെ, മറ്റക്കാട് ഹിദായത്ത് സാലിക്കിൻ മദ്രസയുടെ കീഴിൽ നടത്തപ്പെടുന്ന മീലാദ് പ്രോഗ്രാമിൻ്റെ ഭാഗമായി നടത്തപ്പെട്ട ഇസ്ലാമിക സംസ്കാരങ്ങളെ വ്യക്തമാക്കുന്ന ഒരു എക്സിബിഷൻ പ്രോഗ്രാമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ നമ്മളെ കൊച്ചുമക്കൾ അവരുടെ ബുദ്ധിയുടെ മണ്ഡലങ്ങളിൽ തെളിഞ്ഞു വന്ന ഇസ്ലാമിക ചരിത്ര സംഭവങ്ങളെ വ്യക്തമാകുന്ന രൂപത്തിൽ ചില പ്രവർത്തനങ്ങൾ അവർ കാഴ്ചവെച്ചു. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ അവയെല്ലാം വളരെ വിജയകരമായിരുന്നു. തുടക്കമാണെങ്കിലും അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിൽ അത് ഗംഭീരമായി തന്നെ എന്ന് പറയാൻ പറ്റുന്ന രൂപത്തിലായിരുന്നു എന്ന് പറയാൻ തോന്നുകയാണ്. കാരണം അവരുടെ പ്രവർത്തനം കാര്യമായ പ്രവർത്തനമായിരുന്നു. ഇവിടെ നിന്ന് 7 തവണ തവാഫ് ചെയ്യും. അതിനുശേഷം നേരെ സഫ മർവ പർവ്വതം 7 തവണ സഅയ് ചെയ്ത് നേരെ സംസം കിണറിന്റെ അവിടെ വന്ന് നബിക്ക് വേണ്ടി സലാത്തൊക്കെ ചൊല്ലി ഒരു മൊത്തം വെള്ളം കുടിക്കുക. അതിനുശേഷം നേരെ ട്രാവൽ ടു മിന. അതിനുശേഷം അവിടെ താമസിക്കുക. ഒരു ഓവർനൈറ്റ് താമസിച്ച് നേരെ അർഫ മലയുടെ അവിടെ ചെന്ന് ദിക്കറൊക്കെ ചൊല്ലി ദുആ ചെല്ല. എന്നിട്ട് നേരെ ഇതിൽ നിന്ന് കല്ല് ശേഖരിച്ച് ആദ്യത്തെ ദിവസം ഒരാൾക്ക് 7 കല്ലാണ് കണക്ക്. ഇതിൽ കല്ലെറിഞ്ഞ് വീണ്ടും മിനയിൽ ചെന്ന് താമസിക്കുക. രണ്ടാമത്തെ ദിവസം അതുപോലെ തന്നെ 7 കല്ല് ഇതിൽ ഇട്ട് വീണ്ടും മിനയിൽ താമസിക്കുക. മൂന്നാമത്തെ ദിവസം അത് തന്നെയാണ്. എന്നിട്ട് ഒരു രാപ്പകൽ താമസിച്ച് രാവിലെ ആകുമ്പോൾ ഹജ്ജ് ചെയ്ത എല്ലാവർക്കും ആടിനെ ബലി കൊടുത്ത് അതിനുശേഷം നേരെ ഇതാണ് ഇബ്രാഹിം നബിയുടെ മക്കാം. ഇവിടെ ഇതാണ് ഇബ്രാഹിം നബിയുടെ കാൽപാദം. ഇവിടെ മുത്തം ചെയ്ത് നേരെ വീണ്ടും വന്ന് തവാഫ്. പടച്ചവൻ നമ്മുടെ കുട്ടികളിൽ അന്തർലീനമായി കിടക്കുന്ന പല വാസനകളെ കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള ഈ പ്രയത്നം അള്ളാഹുവിന്റെ തൃപ്തിയിലും മുത്തുനബിയോടുള്ള സ്നേഹത്തിലുമായി കബൂൽ ചെയ്യുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ഇതിനുവേണ്ടി പരിശ്രമിച്ച, ഇതിനുവേണ്ടി അധ്വാനിച്ച, ഇതിനുവേണ്ടി എന്തെല്ലാം പരിശ്രമങ്ങൾ നടത്തിയിട്ടുണ്ടോ അവരുടെ പരിശ്രമങ്ങളെല്ലാം അല്ലാഹു തആല കബൂലാക്കുമാറാകട്ടെ. ഇത് ഹജ്ജിന്റെ പ്രോസസ്സിനെ കുറിച്ചാണ് പറയുന്നത്. ഇത് 7 പ്രാവശ്യം തവാഫ് ചെയ്തതിനു ശേഷം സഫ മർവ എന്ന പർവ്വതത്തിന്റെ ഇടയിൽ 7 പ്രാവശ്യം സഅയ് ചെയ്യണം. സഅയിന് ശേഷം മുസ്ദലിഫയിൽ വന്ന് കല്ലുകൾ ശേഖരിച്ച് പിശാചിന്റെ ശൈത്താന്റെ പേരിൽ കല്ലെറിയുകയും മിനയിൽ ചെന്ന് ഒരു രാവും ഒരു പകലും താമസിക്കുകയും അറഫയിൽ വന്ന് നബിയുടെയും മറ്റ് സഹാബികളുടെയും അടുത്ത് ദിക്ർ ചൊല്ലുകയും ചെയ്യും. നബിദിന പരിപാടിയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ മുന്നൊരുക്കമായി ആ മക്കളുടെ പഠനാർഹമായ ഒരു കഴിവിനെ തെളിയിക്കാൻ വേണ്ടിയാണ് ഇവിടെ എക്സിബിഷൻ പരിപാടി ആരംഭിച്ചത്. അതിന് വരും കാലഘട്ടങ്ങളിൽ അവർക്കൊരു ഉപകാരപ്രദമായി, ഒരു ഗുണമായി, അവരുടെ ജീവിതത്തിൽ നല്ല മറ്റുള്ള ആളുകളുടെ അടുക്കൽ നിന്നൊരു പ്രോത്സാഹനം കിട്ടുവാനായി ഒരു പരിപാടിയാണ് ഇവിടെ കൊണ്ടുവന്നത്.
സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 1499 ജന്മദിനത്തോടനുബന്ധിച്ച് മറ്റക്കാട് ഹിദായത്ത് സാലിഖിയ മദ്രസയിൽ വിവിധ പരിപാടികൾ, എക്സിബിഷൻ, പല ഐറ്റങ്ങളും കണ്ട് ഒരുപാട് പഠിക്കാൻ, ഒരുപാട് ഓർമ്മയാകാൻ പറ്റിയ ഒരുപാട് കാര്യങ്ങൾ ഈ മദ്രസയിലെ കുട്ടികൾ നല്ല രീതിയിൽ ഈ പരിപാടിയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അവർക്ക് നല്ല ബുദ്ധിയും ആരോഗ്യവും ഇതിലും നല്ല പരിപാടികൾ വരും വർഷങ്ങളിൽ നടത്തുവാനും അല്ലാഹു സുബ്ഹാനഹു വ തആല ഭാഗ്യം കൊടുക്കുമാറാകട്ടെ. فريق